ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളിൽപ്പെട്ട രോഗസൗഖ്യത്തെക്കുറിച്ചാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പിതാവായ ദൈവത്തിലൂടെ സൗഖ്യം ലഭിക്കുന്നതും പുത്രനായ ദൈവത്തിലൂടെ സൗഖ്യം ലഭിക്കുന്നതും നമ്മൾ ഇന്നലെ കണ്ടു. ഇന്ന് നമ്മൾ കാണുന്നത് ഈശോയുടെ അപ്പസ്തോലന്മാരിലൂടെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നടക്കുന്നതാണ്. പെന്തക്കോസ്ത ദിവസത്തിന് ശേഷം ശിഷ്യന്മാരുടെ മേൽ വലിയ ആത്മീയമായ ശക്തി കടന്നു വരികയും അവർ ധൈര്യസമേതം യേശുവിനെ പ്രസംഗിക്കുകയും ചെയ്തു. 2-ാം അധ്യായം 41-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നത് പത്രോസിൻ്റെ പ്രസംഗം ശ്രവിച്ചവർ സ്നാനം സ്വീകരിക്കുകയും അവർ അവരോടൊപ്പം ചേരുകയും ചെയ്തു. 3000-ഓളം പേരാണ് അവരോടൊപ്പം ചേർന്നത്. അവർ അപ്പോസ്തലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പമുറിക്കൽ എന്നിവയിൽ സദാ താല്പര്യപൂർവം അവർ പങ്കുചേർന്നു. പ്രിയ സഹോദരങ്ങളെ, അതുവഴി അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലൂടെ അനേക അടയാളങ്ങളും അത്ഭുതങ്ങളും നടക്കുകയുണ്ടായി. ഇത് കണ്ട് ജനം വിസ്മയഭരിതരായി. അപ്പോസ്തല പ്രവർത്തനം 3-ാം അധ്യായത്തിൽ പത്രോസും യോഹന്നാനും 9-ാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്കായി ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ജന്മന മുടന്തനായ ഒരുവനെ എടുത്തുകൊണ്ട് ചിലർ അവിടെ എത്തി. ദേവാലയത്തിൽ പ്രവേശിക്കുന്നവരോട് ഭിക്ഷ യാചിക്കുക പതിവായിരുന്നു. അതിനാൽ അവർ അവനെ സുന്ദരകപാടം എന്ന് വിളിക്കപ്പെടുന്ന ദേവാലയത്തിൻ്റെ വാതിക്കൽ കൊണ്ടുപോയി കിടത്തി. പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത് കണ്ടപ്പോൾ അവൻ ഭിക്ഷ യാചിച്ചു. പത്രോസും യോഹന്നാനും അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു: ഞങ്ങൾക്കുള്ളത് നിനക്ക് തരാം. ഞങ്ങളുടെ കയ്യിൽ സ്വർണമോ വെള്ളിയോ ഇല്ല. ഞങ്ങൾക്കുള്ളത് നിനക്ക് തരാം. അവർ അവനെ സൂക്ഷിച്ചു നോക്കി അവനോട് പറഞ്ഞു: നീ ഞങ്ങളെ നോക്കുക. പത്രോസ് പറഞ്ഞു: യേശുവിൻ്റെ നാമത്തിൽ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക. പത്രോസ് അവൻ്റെ കൈക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു. അപ്പോൾ തന്നെ അവൻ്റെ പാദങ്ങൾക്കും കണങ്കാലുകൾക്കും ബലം ലഭിച്ചു. അവൻ എഴുന്നേറ്റ് കുതിച്ചു ചാടി നടന്നും ദൈവത്തെ മഹത്വപ്പെടുത്തിയും അവരോടൊപ്പം അവൻ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു. സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെ അപ്പോസ്തലന്മാർക്ക് ധൈര്യം ലഭിക്കുകയും ഈശോയിലുള്ള ആഴമായ വിശ്വാസവും സ്നേഹവും അവർ നിറഞ്ഞു നിന്നതുകൊണ്ട് നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ രോഗസൗഖ്യം ലഭിക്കുക. നമ്മൾക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ജീവിതത്തിലും വലിയ അത്ഭുതം നടക്കണം. തളർന്നിരിക്കുന്നവർ, ബധിരരായിരിക്കുന്നവർ, കണ്ണിന് കാഴ്ച ലഭിച്ചവർ, കാഴ്ച കുറഞ്ഞവർ, മുടന്തരായിരിക്കുന്നവർ, വരുമല്ലെല്ലാം ദൈവത്തിൻ്റെ ആത്മാശക്തി സമർത്ഥമായി ഇറങ്ങി വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനാഥനെ ഈശോയെ, എല്ലാ രോഗികളുടെ മേലും നിന്റെ കരം നീട്ടണമേ. നിന്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവിനെ അവരിലേക്ക് അയച്ച് അവരുടെ അസ്ഥികൾക്കും ഞരമ്പുകൾക്കും മാംസത്തിനുമെല്ലാം നീ ബലം കൊടുത്ത് അവരെ നീ ശക്തിപ്പെടുത്തി മുന്നോട്ട് നയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളുടെ അമ്മേ, ആശ്രയമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി എല്ലാ രോഗികൾക്കും വേണ്ടി പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ. ആമേൻ.